കൈരളി പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ കെന്നാ സണ്ണി. വൺസ് അപ്പൺ എ ടൈം ഇൻ കൊച്ചി എന്ന പുതിയ മൂവിയുടെ വിശേഷങ്ങൾ പങ്കുവെക്കാനായിട്ട് ഇന്ന് എൻ്റെ കൂടെയുള്ളത് നമ്മുടെ പ്രിയങ്കരനായ റാഫി സാർ ആൻഡ് നാദൃഷിക. നമസ്കാരം, വെൽക്കം ടു കൈരളി TV. സോ വൺസ് അപ്പൺ എ ടൈം ഇൻ കൊച്ചി, ആ ഒരു നെയിം തന്നെ ഭയങ്കര ഒരു ഡിഫറെൻ്റ് ആയിട്ട് എനിക്ക് തോന്നി. സോ ആ നെയിം ആരുടെ ഐഡിയ ആയിരുന്നു? സാറിൻ്റെ ആയിരുന്നോ അതോ ഇക്കയുടെ ഐഡിയ ആയിരുന്നോ? ഇത് വൺസ് അപ്പൺ എ ടൈം ഇൻ കൊച്ചി എന്ന് പറയുന്ന പേരിട്ട ഞാനാണ്. അപ്പോൾ റാഫിക്കാടെയാണ് സ്ക്രിപ്റ്റ്. അപ്പോൾ അത് അംഗീകരിക്കപ്പെട്ടാൽ മാത്രമാണ് ആ പേര് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഞാൻ റാഫിക്കാട് അടുത്ത് ചോദിച്ചു, ഇങ്ങനെ ഒരു ടൈറ്റിലുണ്ട്. റാഫിക്ക കാരണം ആദ്യം വേറൊരു ടൈറ്റിലാണ് ശരിക്കും ഫിക്സ് ചെയ്തിരുന്നത്. സംഭവം നടന്ന രാത്രിയിൽ, ശരിക്കും സിനിമ അതാണ്, ഒരു രാത്രിയിൽ നടക്കുന്നൊരു സംഭവമാണ്. ആപ്റ്റ് പേരും അതാണ്. പക്ഷേ അതുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന സംഭവം, പിന്നെ അത് അങ്ങനെ രണ്ട് മൂന്ന് സിനിമ ഇൻഡസ്ട്രിയോട് സാമ്യമുള്ള പേരുകൾ വന്നു. അപ്പോൾ നമ്മൾ മാറ്റാൻ തീരുമാനിച്ചു. ഓക്കെ. ഇപ്പൊ പൊതുവേ പറയപ്പെടുന്നത് സ്ക്രിപ്റ്റ് ഒക്കെ നല്ല അടിപൊളിയായിരിക്കും, ഗംഭീര സ്ക്രിപ്റ്റ് ആയിരിക്കും. പക്ഷെ ഏറ്റവും കൂടുതൽ ടൈം കണ്ടെത്തുന്നത് ടൈറ്റിൽ ഇടാൻ വേണ്ടിയാണ് ഏറ്റവും കൂടുതൽ ടൈം പോണേ എന്ന് കുറച്ച് പേരൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. സോ നിങ്ങളും അത് അനുഭവിച്ചിട്ട് തന്നെയാണോ ഈ വൺസ് അപ്പൺ എ ടൈം ഇൻ കൊച്ചി? അത് പെട്ടെന്ന് വന്നോ അതോ ഒരുപാട് ഇങ്ങനെ മാറ്റി മറിച്ചെല്ലാം ഇതായി? ചില ടൈറ്റിൽ പെട്ടെന്ന് കിട്ടും. ഇപ്പോൾ ഞാൻ പറയട്ടെ, കട്ടപ്പനയിൽ ഋതിക് റോഷൻ എന്ന് പറയുന്ന സിനിമയുടെ ടൈറ്റിൽ കിട്ടുന്ന സമയത്ത് പലരും ചോദിച്ചിട്ട് എന്ത് ഊളപ്പേരാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ തന്നെ ചോദിച്ചത്. കാരണം ആ സമയത്ത് ഇതെന്ത് വൃത്തിയിട്ട പേര്. കാരണം നമ്മൾ പണ്ട് കാസറ്റുകൾക്കൊക്കെ ഇടുന്ന പേരല്ലേ, പാരഡി കാസറ്റിന്. അപ്പോൾ അങ്ങനെ ഉള്ളൊരു ടൈറ്റിലാണെന്ന് തോന്നി. അപ്പോൾ ആ ശ്രദ്ധിക്കപ്പെടലില്ലേ, അത് തന്നെയായിരുന്നു ആദ്യം ആ സിനിമയുടെ ടൈറ്റിലിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ടു. പിന്നെ അമറക് പരന്തോണി, പിന്നെ ഞാൻ ഡയറക്റ്റ് ചെയ്ത സിനിമകൾക്കല്ലാതെ ദിലീപിൻ്റെ പല പടങ്ങൾക്കും ഞാൻ പേര് സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ലയൺ, കൊച്ചി രാജാവ്, ഇതൊക്കെ ഞാനിട്ട ടൈറ്റിലായിരുന്നു അത് സിനിമകൾക്ക്. അപ്പോൾ ഇത് അമറക് പരന്തോണിയും കട്ടപ്പന ഋതിക് റോഷനും ഇതങ്ങനെയുള്ള സിനിമകളെല്ലാം നമ്മളുടെ കേശു വീടിൻ്റെ നാഥൻ, ഈശോ, ഈ പടം, മെരാന ഷാജി തൊട്ട് എല്ലാ പടത്തിനും ടൈറ്റിൽ ഇട്ടിട്ട് ഇങ്ങനെ പോകുന്നത് ആദ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ സിനിമകൾക്ക് എല്ലാത്തിലും ഉണ്ടായിരുന്നൊരു പ്രത്യേകത, അതിലൊരു പേരുണ്ടാവുമായിരുന്നു. ഇപ്പോൾ അമർ അക്ബർ അന്തോണി, കട്ടപ്പനയിലെ ഋതിക് റോഷൻ, മേരാനാം ഷാജി, കേശു ഈ വീടിൻ്റെ നാഥൻ, ഈശോ, എല്ലാത്തിലും ഒരാളുടെ ഈ മറ്റേ അതിൽ ടൈറ്റിൽ ക്യാരക്ടറിൻ്റെ പേരുണ്ടാവും. അതില്ലാതെ വന്നേക്കുന്ന ആദ്യത്തെ സിനിമ ഇതാ വൺസ് അപ്പൺ. ഇതിലൊരു സ്ഥലത്തിൻ്റെ പേരുണ്ട്, കൊച്ചി. ഒരു പേരുണ്ട്, സ്ഥലത്തിൻ്റെ പേരാണെന്നുള്ളത്. യെസ്. ഇപ്പം ഇക്കയാണെങ്കിലും സാറാണെങ്കിലും നമ്മുടെ ഇൻഡസ്ട്രിയിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള രണ്ട് വ്യക്തികളാണ് നിങ്ങൾ രണ്ടുപേരും. അപ്പം നിങ്ങൾ രണ്ടുപേരുടെയും കോംബോ എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ പ്രേക്ഷകരുടെ എക്സ്പെക്റ്റേഷൻ കുറച്ച് ഹൈ ആണ്. സോ നിങ്ങൾക്കും തോന്നിയിട്ടുണ്ടോ പ്രേക്ഷകർ അങ്ങനെ ഹൈ ഒരു എക്സ്പെക്റ്റേഷനിലാണ് നിൽക്കുന്നത് എന്ന്? അങ്ങനെ തോന്നാറില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പ്രേക്ഷകർക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു സിനിമയും, ചില സിനിമകൾക്ക് ഭയങ്കര പ്രതീക്ഷകൾ ഉണ്ടാകാറുണ്ട്, ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. ഇപ്പം നമുക്കാണെങ്കിലും നമ്മൾ അനൗൺസ് ചെയ്യപ്പെടുമ്പോൾ തന്നെ നമ്മൾ സാധാരണ പ്രേക്ഷകനാണ് ഇപ്പോഴും. എനിക്ക് തോന്നുന്ന അത്യാവശ്യം ഇപ്പോഴത്തെ എല്ലാവരുടെയും സിനിമയെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ സിനിമ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് നമ്മൾ ചില സിനിമകൾ അനൗൺസ് ചെയ്യുമ്പോൾ തന്നെ ഇത് കാണണമെന്ന് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടാവും. ചില സിനിമകൾ എത്ര വന്നാലും നമ്മുടെ മനസ്സിലേക്ക് കയറില്ല, ടൈറ്റിലാണെങ്കിലും എന്താണെങ്കിലും. അപ്പോൾ അതിനുള്ളൊരു ഗിമ്മിക്സാണ് ഈ ടൈറ്റിൽ പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടാന്ന് പറഞ്ഞാൽ. അത് അങ്ങനെയെങ്കിലും ഒന്ന് ആൾക്കാരുടെ മനസ്സിലേക്ക് ഇടിച്ച് കയറണം. ഇപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ വൺസ് അപ്പൺ എ ടൈം ഇൻ കൊച്ചി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ കാണണമെന്ന് ആഗ്രഹിക്കുന്ന സിനിമകളുടെ ലിസ്റ്റിൽ നമ്മളുടെ സിനിമയോടെയും വരണമേ എന്നുള്ള പ്രാർത്ഥന ഞങ്ങൾക്കുണ്ട്. പ്രേക്ഷകരുടെ അടുത്ത് നമുക്ക് അങ്ങനെ റിക്വസ്റ്റ് ചെയ്യാനേ പറ്റുള്ളൂ. അല്ലാതെ നിങ്ങൾ നിർബന്ധിച്ച് ഞങ്ങളുടെ സിനിമയാണ് ഇത്, അത് കാണണം, പ്രോത്സാഹിപ്പിക്കണം. കാരണം ഇതൊരു പുതിയ ഹീറോ ആണ്. ഈ നമുക്ക് പരിമിതികളുണ്ട് ഈ സിനിമയിലേക്ക് ആളെ കൂട്ടാനായിട്ട്. അപ്പോൾ ആ ഒരു പുതിയ ഹീറോ അംഗീകരിക്കപ്പെടണം എങ്കിൽ, അല്ലെങ്കിൽ പുതിയ തലമുറയ്ക്ക് സിനിമയിലേക്ക് വരണമെങ്കിൽ ഇത്തരത്തിലുള്ള സിനിമകൾ സക്സസ്സായ മാത്രമാണ് പുതിയ ഡയറക്ടേഴ്സിന് പുതിയ ഹീറോസിനെ പരീക്ഷിക്കാനും, അങ്ങനെ പരീക്ഷിക്കുകയാണെങ്കിൽ അത് പ്രൊഡ്യൂസ് ചെയ്യാൻ ആൾ വരാനും. ഇപ്പോൾ കലന്തൂർ പ്രൊഡക്ഷൻസ് എന്ന് പറയുന്ന അദ്ദേഹമാണ് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു ധൈര്യം കിട്ടണം. ഇപ്പോൾ റാഫിഖാനെ പോലുള്ള ഒരു റൈറ്റർ നമുക്ക് ആ താരത്തെ വെച്ച് പരീക്ഷിക്കാം എന്ന് ധൈര്യമായിട്ട് പറയണമെങ്കിലൊക്കെ ഇത്തരത്തിലുള്ള സിനിമകളുടെ സക്സസ് നോക്കും. അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് എല്ലാവരും വന്ന് ഈ സിനിമ മറ്റ് സിനിമകളുമായിട്ട് താരതമ്യം ചെയ്യേണ്ട. ഇതൊരു കൊച്ചു സിനിമ ആയിട്ട് കണ്ടൊരു പുതിയ ഹീറോയെ പ്രോത്സാഹിപ്പിക്കുന്നത് പോലെ പ്രോത്സാഹിപ്പിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു.